ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വെട്ടിക്കോല പോവുകയാണ്. അമ്മ ഒരുങ്ങുന്നു, അവരെയും കഴിഞ്ഞു. ചേച്ചി ട്യൂഷന്, ചേച്ചി ഇന്ന് ലീവാന്ന് പറഞ്ഞിട്ടൊക്കെ പോകണം. ചേച്ചിക്ക് ട്യൂഷനായിരുന്നു കേട്ടോ, സ്പെഷ്യലായിട്ട് എന്നുണ്ട്. ഇപ്പം എനിക്ക് എന്താ അറിയില്ല, ശനിയാഴ്ച ട്യൂഷൻ ക്ലാസ് ഉണ്ട്. ചുമ്മാ 2 ദിവസം വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. പറ്റത്തില്ല, അല്ലാതുള്ള ലീവ് എടുത്താലേ ഉള്ളൂ. പക്ഷെ ഞായറാഴ്ച പള്ളിയിൽ പോകണം, അതും എനിക്കല്ല. എപ്പോഴും ഓട്ടം. ഞായറാഴ്ച രാവിലെ എണ്ണീക്കണം, ഒരുങ്ങണം, പോകണം എന്ന് രാവിലെ എണ്ണീക്കണം, ഒരുങ്ങണം, കഴിക്കണം. ലേറ്റാവും ചിലപ്പോഴൊക്കെ, പക്ഷേ വണ്ടി താമസിച്ചേ വരും. അതുകൊണ്ട് ഞാൻ ശരിയാ. എന്തുവായാലും എന്നും എനിക്ക് പോകണം. ഇപ്പം ശനിയാഴ്ച പോകാതിരിക്കായിരുന്നു, ഇപ്പം ശനിയാഴ്ചയും പോകണം. കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഇതുണ്ടായിരുന്നു, സ്കൂളിൽ പോകണമായിരുന്നു. സ്കൂളിൽ പോയി അവിടെ എന്തോ പച്ചക്കറി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് പച്ചക്കറി കൊണ്ടുപോയി. കളർ കൊണ്ടുപോകണം. കളറ് സ്കെച്ചും അങ്ങനത്തെ ഉള്ളതല്ല, പെയിൻറ്, വാട്ടർ കളറും അല്ല, എന്തോ പറയുന്നേ, എൻ്റെ എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു ഫാബ്രിക് പെയിൻറ്, അത് കൊണ്ടുപോകണമായിരുന്നു. കൊണ്ടുപോയി കളറടിച്ചു, അവിടെ തൂക്കിയിട്ട് ഇനി മിസ്സിൻ്റെ അടുത്ത് ചോദിച്ച്, ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ച്, ടീച്ചറെ ഇനി വരുമ്പോൾ അത് കാണുമോ ഇല്ലയോ? അന്നേരം പറഞ്ഞ് ഉറപ്പില്ല, കാണുമെന്ന്. പോയി കാണും. അത് അവിടെ ആ സ്കൂളിൻ്റെ ഏറ്റവും മണ്ട കെട്ടിയിട്ടേക്കുക, ടെറസിൻ്റെ അവിടെ. ഭയങ്കര വലിയ സ്കൂളാണ്. BRM നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, അറിയതിലായിരിക്കും. ഇപ്പം കൊട്ടാരക്കര ഒരു BRM വെച്ച്, എന്തിനാണോ എന്തോ. ഇനി ശനിയാഴ്ച സ്കൂളിൽ പോകണം, ഞായറാഴ്ച പള്ളിയിൽ പോകണം. എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇത് അമ്മ നട്ടയാണേ. എൻ്റെ കൂടെ മഞ്ഞ നിൽപ്പുണ്ടേ. മഞ്ഞ നട്ടത് എൻ്റെ ചേച്ചിയാണ്. ഇത് മുല്ലപ്പൂവാണ്, ഇതുവരെ കിളിച്ചിട്ടില്ല. ഇതും അമ്മ നട്ടാണ്. ഇത് നമ്മുടെ സാധാ മുല്ലപ്പൂവല്ല, ഒരുമാതിരി നല്ല മണമുള്ള. ഇത് കൊച്ചിലെ വളരും എന്നാണ് പറഞ്ഞത്, ഇതുവരെ വളർന്നിട്ടില്ല. പൂ പോരും എന്നാണ് ഇവിടെ പൂ നിൽപ്പുണ്ടായിരുന്നത്, കാണുന്നില്ല. ഇത് ഞാൻ നട്ടയാണ്. ഈ ഒരു ചട്ടി ഞാൻ നട്ടയാണ്, ഈ ഒരു ചട്ടിയിൽ ഫുള്ള്. ഈ ഒരു കളറും ഈ ഒരു കളറും കൂടെ കൂട്ടിച്ചേർത്ത ഒരു രണ്ടും കൂടെ ഒരുമിച്ചുള്ളൊരു കളറാവും. ഈ ഒരു കളറും പിന്നെ ഈ ഒരു കളറും കൂടെ ചേർത്ത ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ പിടിക്കുമ്പം ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ ഉരയ്ക്കണം. പതുക്കെ ഉരയ്ക്കാവും, നല്ല ബലം കൊടുത്ത് ഉരയ്ക്കുകയാണെങ്കിൽ ആ പൂവെല്ലാം ഇളകിപ്പോവും. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഉരയ്ക്കണം. അപ്പോൾ പതുക്കെ ഉരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും നല്ല അമക്കി ഇതാക്കരുത്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പം അത് രാവിലെ ആകുമ്പോഴത്തേക്ക്
അത് രണ്ടും മിക്സായ ഒരു കളറാവും. അങ്ങനെ കളറാവും. ഇവിടെ നേരത്തെ ആദ്യമേ കാണിച്ചില്ലായിരുന്നു ഒരു വൈറ്റ് ആൻഡ് പിങ്ക്. ഇത് അപ്പോൾ ഈ കളറ് പിങ്കും വൈറ്റും കൂടെ ചേർത്ത് ചെയ്തപ്പോഴാണ് ഈ ഒരു കളറായത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ നട്ടയാണ്, ഇതും ഞാൻ നട്ടയാണ്. ഈ ഒരു ചട്ടിയിലെല്ലാം ഞാൻ നട്ടയാണ്. ഇത് എൻ്റെ ചേച്ചി നട്ടയാണേ. ഇനി ചെടിയും പൂവും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് റോസാപ്പൂവാണ്. ഇത് കൊച്ചിലെ പൂ കായ്ക്കും. ഇത് ഇനി മുള്ളില്ലാതെയാണ്, മുള്ളില്ല. അത്യാവശ്യം ഇച്ചിരിയൊക്കെ ഉള്ള മുള്ളാണ് ഉള്ളത്. ഇച്ചിരിയൊക്കെ മുള്ളേ ഉള്ളൂ. പക്ഷെ തൊട്ടാൽ നമുക്ക് വേദന എടുക്കില്ല, പഴുക്കത്തുമില്ല, മുള്ളൊന്നുമില്ല. മുള്ളൊന്നും ഇല്ലാത്ത നല്ല ചെടിയാണ്. ഇതൊക്കെ റംബൂട്ടാൻ. ഇത് കൊച്ചു റംബൂട്ടാനാ, പക്ഷേ അവിടൊക്കെ ആ ഭാഗത്ത് വലിയ റംബൂട്ടാനൊക്കെ ഉണ്ട്, കാണിക്കാം. ഇത് അമ്മ നട്ടയാണ്, ഇത് ഞാൻ നട്ടയാണേ. ഇത് തന്നെ അമ്മ നട്ട പച്ചമുളകിന്റെ ചെടിയാണ്. അതിന്റെ പച്ചമുളകൊക്കെ ഉണ്ട്. ഇത് ഞാൻ നട്ട ചെടിയാണേ. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ റംബൂട്ടാൻ. റംബൂട്ടാൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് റംബൂട്ടാനൊക്കെ അവിടെ ഇവിടെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വരിക്കയാണ്, മഞ്ഞ കളറിലുള്ള വരിക്കയാണ്. നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാം. ഇത് കൂഴയാണ്, നമുക്ക് കടിച്ചു തിന്നാം. ഇത് ഇതിനെക്കാട്ടിലും നല്ല ഈ മഞ്ഞയാണ്. മഞ്ഞ തിന്നുമ്പോൾ ഇച്ചിരി നല്ല മധുരമുണ്ട്. കൂഴ തിന്നുമ്പോൾ ഇച്ചിരി മധുരവും പുളിപ്പും ഉണ്ട്. അവിടൊക്കെ ഉണ്ട് റംബൂട്ടാൻ. സത്യത്തിൽ റംബൂട്ടാൻ്റെ തോട്ടം തന്നെ ഉണ്ട് ഇവിടെ. റംബൂട്ടാനായിട്ടോ. ഇതിനകത്ത് നമുക്ക് കയറിയിരിക്കാം. ഞാൻ ഇതിനകത്ത് കയറിയൊക്കെ ഇരിക്കാറുണ്ട്. കയറി ഇരുന്നിട്ട് കാണിക്കാവേ. ഇത് റംബൂട്ടാനായിട്ടോ. ഇതിൻ്റെ എങ്ങും അങ്ങോട്ട് നല്ലപോലെ ആയിട്ടില്ല, പൂത്ത് പോലും തുടങ്ങിയിട്ടില്ല. അത് നല്ല ലൗഡുണ്ട്. അയ്യോ മുട്ടയില്ല ഗൈസ്. ഈ കിളിയൊക്കെ രാത്രി കരയുന്ന സാധനമാണ്. രാത്രി കരയുന്നില്ല, രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയുള്ള സമയത്ത് മാത്രമേ കരയാന് ഇഷ്ടമുള്ളൂ. എന്നെ കാണുന്നുണ്ടോ? കുറച്ചു നേരം ഇരുട്ടായിപ്പോയില്ലേ? നിങ്ങളൊക്കെ സ്കൂളിൽ പോകാറുണ്ടോ? കമന്റ് ബിലോ. അപ്പം പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാം. ഹായ് ഗൈസ്, എൻ്റെ അമ്മ. ഹായ്. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മളിന്ന് എവിടെ പോന്നേ? നമ്മൾ കടയിൽ പോകണം. ചിക്കൻ
വാങ്ങിക്കണം, മീനുവിനെ വിളിക്കണം, തിരിച്ചു കയറണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. മീനുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തോ ചെയ്യാനാ ഗൈസ്, വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ വിട്ടടിച്ച് വരുന്നു. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ, വണ്ടിയെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക. എനിക്ക് വണ്ടിയെക്കുറിച്ച് എല്ലാ വണ്ടിയെക്കുറിച്ചും അറിയാം, പക്ഷെ ഒരു വണ്ടിയെക്കുറിച്ച് മാത്രം അറിയില്ല. ഞങ്ങൾ റോഡിൽ കൂടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്, വെള്ള PG-യാണ്. ഇറച്ചി വാങ്ങിക്കാൻ പറ്റത്തില്ല ഗൈസ്, CSC അടച്ചുപോയി ഗൈസ്. CSC അടച്ചുപോയി, കഷ്ടം തോന്നുന്നു ഗൈസ്. ഗൈസ് നമ്മൾ CSC കയറാതെ ATM-ൽ കയറാൻ വന്നതാണ്, ATM-ൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ATM-ലേക്ക് കയറുവാണ്. എങ്ങനെയും തുറന്ന് നിർത്താം, നമുക്ക് അടച്ചു നിർത്താം ഗൈസ്. അപ്പം ഞാനാണ് ഗൈസ് കാർഡൊക്കെ ഇടാൻ പോകുന്നത്. എനിക്ക് അറിയാവോ എങ്ങനെ ഇടുന്നതെന്ന്. നമ്മൾ ഇവിടെ ഇംഗ്ലീഷെന്ന് വരും, നമ്മുടെ ഹിന്ദി വരും, മലയാളം വരും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കാം. ഇനി ക്യാഷ് വിത്ത് ട്രാവലിനകത്ത് നമ്മൾ ഞെക്കി ഗൈസ്. ഇനി അതർ എമൗണ്ടിനകത്ത് അല്ല ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവിങ്സിനകത്ത് ഞെക്കണം. കൺഫേം അടിക്കാൻ നേരത്ത് എൻ്റർ പിൻ നമ്പർ കാണിക്കാൻ നേരം നമ്മൾ പിൻ നമ്പർ അടിക്കണം, എന്നിട്ട് കൺഫേം കൊടുക്കണം. അപ്പം ട്രാൻസ്ഫറേറ്റ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കാം.